വാക്യമാണ് നാം വായിച്ചത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അതുകൊണ്ട് അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാം. ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ കർത്താവിന്റെ ജനം ബാബേലിൽ പ്രവാസികളായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അർത്തക്സഷ്ട എന്ന് പറയുന്ന രാജാവിന്റെ പാനപാത്രവാഹകനായി ശൂശൻ രാജധാനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കൊട്ടാരത്തിലെ ജോലിക്കാരനായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാനപാത്രവാഹകനായിരുന്ന, അദ്ദേഹത്തിന് വീഞ്ഞൊക്കെ സർവ് ചെയ്ത് കൊടുക്കുന്ന നെഹമ്യാവ് വളരെ വിഷമത്തോടു കൂടി അദ്ദേഹത്തിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രാജാവായ അർത്തക്സഷ്ട രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നെഹമ്യാവേ സംഭവിച്ചത്? നിന്റെ മുഖം വാടിയിരിക്കുന്നു, നിനക്ക് ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് രാജാവ് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആ ചോദ്യം വന്നപ്പോൾ നെഹമ്യാവ് രാജാവിനോട് പറയുന്നു, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണം യെരൂശലേം എന്ന് പറയുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണം തകർന്ന് നശിച്ചു കിടക്കുന്നു, അതിൻ്റെ വാതിലുകളൊക്കെ തകർന്ന് കിടക്കുന്നു. അതിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രതാപമായ ദേവാലയം തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ വളരെ പ്രതാപത്തോടുകൂടി നിന്നിരുന്ന ഒരു ദേവാലയമായിരുന്നു. ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാൻ, യാഗം കർപ്പിക്കുവാൻ, കർത്താവിന് സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ പിതാക്കന്മാർ പോയിക്കൊണ്ടിരുന്ന, സന്ദർശിച്ചു കൊണ്ടിരുന്ന ദേവാലയം വളരെ നാമാവശേഷമായി മറ്റുള്ളവർക്ക് പരിഹാസപാത്രമായി ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് രാജാവെ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ആയിരിക്കാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ടാണ് എൻ്റെ മുഖം പാടിയിരിക്കുന്നത്. യെരൂശലേമിൽ പോയാൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് തെറ്റിപ്പോയവർ, അല്ലെങ്കിൽ അവിടെ സന്ദർശിച്ചവർ പറയുന്നു, ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രതാപമൊക്കെ അസ്തമിച്ചു, ഞങ്ങളുടെ അവസ്ഥകളെല്ലാം വളരെ താറുമാറായി കിടക്കുന്നു, ഞങ്ങളുടെ പ്രതാപമെല്ലാം പോയി, മറ്റുള്ളവരെല്ലാവരും, മറ്റുള്ള ജാതിയിൽപ്പെട്ടവരെല്ലാം, മറ്റുള്ളവരെല്ലാം, ഞങ്ങളുടെ അയൽക്കാരെല്ലാം, ഞങ്ങളുടെ ചുറ്റും താമസിക്കുന്ന രാജ്യങ്ങളിലുള്ളവരെല്ലാം ഞങ്ങളെ പരിഹസിക്കുന്ന വിധത്തിൽ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലായിപ്പോയി. ഞങ്ങളുടെ പ്രതാപമായിരുന്ന, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി കർത്താവിനെ ആരാധിച്ചിരുന്ന ആ ദേവാലയം ഇന്ന് അവിടെയില്ല. നമുക്കറിയാം, BC 597 വർഷത്തില് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി കടന്നു വന്ന ഈജിപ്തിനെ അദ്ദേഹം ആക്രമിച്ചു 597 ആണ്ടിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദ രാജാവായ യെഹോയാക്കീൻ എന്ന് പറയുന്ന രാജാവ് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ബാബേലിനെതിരെ ഒരു റെബല്യൻ, അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുവിച്ചു. ഇത് കണ്ടപ്പോൾ ഈ നെബൂഖദ്നേസർ രണ്ടാമൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്നും, ഈ യെഹോയാക്കീൻ എന്ന് പറയുന്ന യഹൂദയുടെ രാജാവിനെ അവിടെ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അമ്മാവനായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അങ്കിളായ സിദക്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ ഈ ബാബേൽ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ, കൺട്രോളിൽ, അവിടെ ഈ യഹൂദ സാമ്രാജ്യത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് അദ്ദേഹത്തെ രാജാവാക്കി വെച്ച സാഹചര്യത്തെ കുറിച്ച് നാം രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിദക്കിയാവ് BC 597 അദ്ദേഹം രാജാവായതിനു ശേഷം 10 വർഷം കഴിഞ്ഞ് BC 587 അദ്ദേഹവും ഈ നെബൂഖദ്നേസർ രാജാവായ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമനെതിരെ ഒരു കലാപം യഹൂദയിൽ ആരംഭിച്ചു. അപ്പോൾ 10 വർഷത്തിന് ശേഷമുണ്ടായ ഈ കലാപത്തിലും കോപാകുലനായ വന്ന നെബൂഖദ്നേസർ രാജാവ്, അല്ലെങ്കിൽ നെബൂഖദ്നേസർ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് ഈ സിദക്കിയാവിനെ അന്ധനായി പിടിച്ച്, അതോടൊപ്പം ഉണ്ടായിരുന്ന കുലീനന്മാരായിട്ടുള്ള രാജഗൃഹത്തിൽപ്പെട്ട പ്രഭുക്കന്മാരന്മാര്, രാജകുമാരികള്, രാജ്ഞികള്, അങ്ങനെയുള്ള വളരെ കുലീനന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം ബാബേലിലേക്ക്, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അതിനോടൊപ്പം ഒരുപാട് ജനങ്ങളെ അദ്ദേഹം പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ നമുക്ക് ചരിത്ര വസ്തുതകൾ നോക്കിയാൽ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ നോക്കിയാൽ, ഈ ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ ചരിത്രമൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുപോയ സാഹചര്യത്തിൽ പ്രവാസത്തിലിരിക്കുന്ന ജനം തങ്ങളുടെ അവസ്ഥകളെ കണ്ട്, തങ്ങളുടെ ഈ ദയനീയമായ അവസ്ഥകളെ കണ്ട് അവരുടെ ഹൃദയത്തിൽ ഒരുപാട് വിഷമമുണ്ടായി. അവരുടെ ഹൃദയം വളരെ തകർക്കപ്പെടുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, എസ്ര എന്ന് പറയുന്ന എസ്ര ശാസ്ത്രി, അതായത് ദേവാലയത്തിലെ പുരോഹിതനായിരുന്ന എസ്ര എന്ന് പറയുന്ന ശാസ്ത്രി, അദ്ദേഹത്തോടൊപ്പം സെരുബ്ബാബേൽ എന്ന് പറയുന്ന വളരെ കുലീനനായ രാജാ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തി, അവരെല്ലാവരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ നശിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക്
നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന യെരൂശലേമിനെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആലയത്തെ നാം പുനഃസ്ഥാപിക്കുവാനായിട്ട് പോകുന്നു. നാം മറ്റുള്ളവരുടെ പരിഹാസമായി തുടരേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്കെല്ലാം പരിഹസിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവർക്കെല്ലാം നിന്ദിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവർ നമ്മെ കണ്ട് ചിരിക്കുന്ന വിധത്തിൽ, അപഹസിക്കുന്ന വിധത്തിലുള്ള സാഹചര്യത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തണം. നമ്മുടെ കർത്താവിൻ്റെ ആലയം നാം പുതുക്കി പണിയണം. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാം അധ്വാനിക്കണം. നാം വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് ആളെ കൂട്ടണമെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി എസ്രാ ശാസ്ത്രിയും സെരുബ്ബാബേലും ഇങ്ങനെ കൂടി ദേവാലയത്തെ പുനഃസ്ഥാപിക്കുവാൻ നശിപ്പിക്കപ്പെട്ട നെബൂഖദ്നേസരാൽ നശിപ്പിക്കപ്പെട്ട തകർന്നു കിടക്കുന്ന കൽക്കൂമ്പാരമായി കിടക്കുന്ന വാതിലുകളൊക്കെ തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ശലോമോൻ വളരെ പ്രതാപത്തോടുകൂടി പണിത ആ ദേവാലയത്തെക്കുറിച്ചുള്ള ആ എരിവ് അല്ലെങ്കിൽ ആ ഇതിനോടുള്ള താല്പര്യം, കർത്താവിൻ്റെ വേലയോടുള്ള ഒരു താല്പര്യം, കർത്താവിൻ്റെ ആലയത്തോടുള്ള ഒരു താല്പര്യം അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവരിങ്ങനെ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ പോയി യെരൂശലേമിൽ പോയി കർത്താവിൻ്റെ ആലയത്തെ ഞങ്ങൾ പുനഃസ്ഥാപിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കർത്താവിൻ്റെ ആലയം വീണ്ടും പഴയ പോലെ ആക്കുമെന്ന് അവരിങ്ങനെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ദൃഢനിശ്ചയത്തോട് തീരുമാനിക്കുക. അപ്പോൾ അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ താല്പര്യമുണ്ടായി. അദ്ദേഹം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് നമുക്കറിയാം യെരൂശലേമിന്റെ മതിലുകൾ, അതായത് ദേവാലയം കൂടെ ഉൾപ്പെടുന്ന യെരൂശലേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ മതിലുകളൊക്കെ തകർന്നു കിടക്കുന്നു. അത് മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി ദേവാലയത്തിന് അല്ലെങ്കിൽ അതിനൊരു കവചമായി നിന്നിരുന്ന മതിലുകളൊക്കെ ഇങ്ങനെ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവിടെ ഉള്ള ചില മറ്റുള്ള ആൾക്കാര് തങ്ങളെ കളിയാക്കുന്ന വിധത്തിൽ, തങ്ങളെ പരിഹസിക്കുന്ന വിധത്തിൽ അതിന്റെ എല്ലാം ഇങ്ങനെ തകർന്നു കിടക്കുന്നു. അത് ഒരു കൽക്കൂമ്പാരമായി കിടക്കുന്നു. അതിനെ ഞാൻ പുതുക്കി പണിയുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അദ്ദേഹം അത് മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. അവിടെ യെരൂശലേമിൽ പോയി കർത്താവിന്റെ ആലയം അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണമായ യെരൂശലേമിനെ ഞങ്ങൾ വീണ്ടും പുതുക്കി പണിയും. ആ ഒരു താല്പര്യത്തിലൂടെ അവരെല്ലാവരും കൂടെ പോയി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാക്യം ഇവിടെ ഉണ്ടായത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ്. അവർ മറ്റുള്ളവരുടെ യഹൂദൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജാതി എന്ന് മറ്റുള്ളവരെല്ലാവരും വിലയിരുത്തുന്ന അവർക്ക് ഇന്നൊരു പ്രതാപവുമില്ല. അവരെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും അവരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കില്ല, കഴിയില്ല. ദൈവജനമാണെന്ന് വിചാരിച്ച് അവർ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയപ്പോൾ കർത്താവിന്റെ ന്യായവിധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവരെല്ലാം പ്രവാസത്തിലേക്ക് കടന്നുപോയിവാൻ ബാബിലോണിലെ രാജാവായ നെബൂഖദ്നേസർ വന്ന് ഈ യെരൂശലേമിനെ നശിപ്പിക്കുവാൻ, അതിന്റെ ദേവാലയത്തെ നശിപ്പിക്കുവാനൊക്കെ ശ്രമിച്ചു. പിന്നെ നമുക്കറിയാം ഈ സെരുബ്ബാബേല് അല്ലെങ്കിൽ അദ്ദേഹത്തോടു കൂടെ എസ്രാ ശാസ്ത്രി, നെഹമ്യാവ് ഇവരെല്ലാവരും കൂടെ അന്ന് ഉണ്ടാക്കിയ BC 500 സംഭവിച്ച ഈ കാര്യത്തെക്കുറിച്ചാണ് അന്ന് അവര് പുതുക്കിപ്പണിത ദേവാലയത്തെ സെരുബ്ബാബേലിന്റെ ദേവാലയം എന്ന് നമുക്ക് പറയാം. യെരൂശലേമിൽ അവരെ പുതുക്കിപ്പണിത ദേവാലയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഹെരോദ് അതൊന്ന് റിനോവേറ്റ് ചെയ്തു. അതുകൊണ്ട് അതിനെ ഹെരോദാവിന്റെ ദേവാലയം എന്നാണ് ഇന്ന് അത് പറയപ്പെടുന്നത്. അതായത് സെക്കൻഡ് ടെമ്പിൾ, ആദ്യത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് ശലോമോനാണ് പണി കഴിപ്പിച്ചത്. രണ്ടാമത്തെ ദേവാലയം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ എസ്രാ ശാസ്ത്രി, നെഹമ്യാവ് അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണെന്ന് പണിയിക്കപ്പെട്ടത്. അപ്പൊ യഹൂദനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു പ്രതാപമായിരുന്നു അവരുടെ ദേവാലയം. കർത്താവിനെ ആരാധിക്കുവാൻ, അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുവാൻ, പിതാക്കന്മാരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരത്തിലെല്ലാം അവർ പോയി കർത്താവിന്റെ ആലയത്തിൽ പോയി കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവരെ കൊണ്ട് പറ്റുന്ന സമയങ്ങളെല്ലാം പോയി കർത്താവിന്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടുകൂടി കർത്താവിനെ ആരാധിക്കുവാനും തങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന മിസ്രയീമിൽ നിന്ന് തങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്ന കനാൻ ദേശം കൊടുത്ത ആ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കിട്ടുന്ന ഒരു അവസരത്തിലെല്ലാം അവർ പോയി ആ ദേവാലയത്തിൽ കർത്താവിനെ ആരാധിക്കുമായിരുന്നു. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവാലയത്തിന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട് നെഹമ്യാവിനും കൂട്ടർക്കും അതുപോലെ ഒരുപാട് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരിക്കാം. അവരെല്ലാവരും കൂടെ ആലോചിക്കുകയാണ്, നമുക്കിതിന് ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ദൈവത്തിന്റെ ആലയം, നമ്മുടെ പിതാക്കന്മാർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന ആലയം ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസപാത്രമായി നമ്മുടെ കർത്താവിന്റെ പട്ടണം യെരൂശലേം എന്ന് പറയുന്ന പട്ടണം മറ്റുള്ള ഭൂവാസികൾക്കെല്ലാം വളരെ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു പട്ടണത്തെ ഇങ്ങനെ കൽക്കുംഭാരമായിട്ട് കിടക്കുവാനായിട്ടല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം അതിനെ പുതുക്കി പണിയുവാനായിട്ട് പോകുന്നു എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി അവരിങ്ങനെ തീരുമാനിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ കൂടിപ്പോയി അവരവിടെ പണിയുന്നതുമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ വാക്യം അത് നെഹമ്യാവ് പറയുന്നത്. നെഹമ്യാവ് ഇത് പറയാനായിട്ടുള്ള കാര്യമുണ്ടായത്, ഇവരിങ്ങനെ പണികളൊക്കെ ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ച സമയത്ത് അവരത് പോയിട്ട് പുതുക്കി പണിയുവാൻ, യെരൂശലേമിന്റെ വാതിലുകളൊക്കെ പുതുക്കി പണിയുവാൻ, തീ വെച്ച് ചുട്ടുകിടക്കുന്നതിന്റെ വാതിലുകളൊക്കെ അറ്റകുറ്റം തീർക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ യെരൂശലേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ മതിലുകളെ പുനഃസ്ഥാപിക്കുവാനായിട്ടൊക്കെ അവരിങ്ങനെ തീരുമാനിച്ച സമയത്ത് അവിടെ അവർക്ക് 3 പ്രതിയോഗികളുണ്ട്. അവരെ മറ്റുള്ളവർ പരിഹസിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അതിജീവിക്കുവാനായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവിടെ സൻബല്ലത്ത് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, തോബിയാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ദാസനുണ്ട്, പിന്നെ ഗേശം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ഇവരെല്ലാവരും പറയുകയാണ് യഹൂദന്മാരെന്തോ ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ഇവരെ വളരെ നല്ല സൂപ്പറായിട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ബാബിലോണിലെ രാജാവായ നെബൂഖദ്നേസറിന്റെ ഒരു പട ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, അവരെല്ലാം നാമാവശേഷമായി തീർന്നു. അവരുടെ പ്രതാപമെല്ലാം അസ്തമിച്ചു. അവർ വളരെ വളരെ ശ്രേഷ്ഠ ജനമെന്ന് എല്ലാവരിലും ഒക്കെ വളരെ മികച്ചവരുന്ന രീതിയിലൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷേ നെബൂഖദ്നേസർ വന്ന് ഒരു ദയവുമില്ലാതെ അവരെ തകർത്ത് കളഞ്ഞു. ഇനി ഈ കൂടി വന്നിരിക്കുന്ന അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് അവിടുത്തെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് കൊട്ടാരത്തിൽ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ ഇവർക്ക് ഈ ആലയം പുതുക്കി പണിയുവാൻ കഴിയുമോ? ഇതിന്റെ മതിലുകൾ അവർക്ക് കെട്ടിപ്പൊക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു പരിഹാസം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായി. ആ പരിഹാസം കണ്ടുകൊണ്ട് നെഹമ്യാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളരെ വേദനയോടുകൂടി പറയുന്ന ഒരു വാക്യമാണ് നാം വായിച്ചത്. അതിന് ഞാൻ അവരോടെന്ന് പറഞ്ഞാൽ നെഹമ്യാവ് ഈ സൻബല്ലത്തിനോടും തോബിയാവിനോടും ഗേശമിനോടും പറയുന്ന ഒരു വാക്കാണ്, സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അതുകൊണ്ട് അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് യെരൂശലേമിന്റെ മതിലുകളെ പണിയും, അതിന്റെ കുറ്റം തീർക്കും, അതിന്റെ തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥകളെ ഞങ്ങൾ മാറ്റും. അതിനുവേണ്ടി ഞങ്ങൾ ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ പണിയായുധങ്ങളുമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി പറയുന്നൊരു വാക്കാണ് നാം വായിച്ചത്. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവര് അതിന്റെ പണിക്കായിട്ട് പരസ്പരം ഉത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ള ആൾക്കാരെ പ്രചോദിപ്പിക്കുവാൻ, കർത്താവിന്റെ ആലയത്തെ നമുക്ക് പുനഃസ്ഥാപിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി അവരിങ്ങനെ തീരുമാനിച്ചപ്പോൾ എസ്രാശാസ്ത്രിയുടെയും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ തീർപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പാരലായിട്ട് നെഹമ്യാവും കൂട്ടരും ഈ മതിലുകൾ ഇങ്ങനെ പടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി എനിക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയുവാനായിട്ടുള്ളത്, നിന്റെ ജീവിതം ചിലപ്പോൾ ഇങ്ങനെ ഒരു കൽക്കൂമ്പാരമായിരിക്കാം. നിന്റെ ജീവിതം ചിലപ്പോൾ ഇങ്ങനെ തകർന്നിരിക്കാം. നിന്നെ കണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്ന അവസ്ഥയിൽ, നിന്നെ കണ്ട് മറ്റുള്ളവർ നിന്ദിക്കുന്ന അവസ്ഥയിൽ, നിന്റെ ജീവിതത്തെ കണ്ട് മറ്റുള്ളവർ അപഹസിക്കുന്ന വിധത്തിൽ, നിന്റെ സ്നേഹിതർ നിന്നെ കളിയാക്കുന്ന വിധത്തിൽ, നിന്റെ അയൽക്കാർ, നിന്റെ സഹപ്രവർത്തകർ, നിന്റെ സ്നേഹിതന്മാർ, നിന്റെ ബന്ധുക്കളൊക്കെ നിന്നെ കളിയാക്കുന്ന വിധത്തിൽ, പരിഹസിക്കുന്ന വിധത്തിലുള്ള ജീവിതത്തിലൂടെ ആയിരിക്കാം നീ ഇന്ന് കടന്നു പോകുന്നത്. നാം ഇന്ന് രാത്രി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം അവരോട് പറയേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, സ്വർഗത്തിലെ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റും. ശരിയാണ്, എൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കുന്നു. മറ്റുള്ളവർക്ക് അപഹസിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവർ പരിഹസിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവർ കളിയാക്കുന്ന വിധത്തിലാണ് ഞാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് സ്വർഗത്തിൽ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഞങ്ങളുടെ ഈ അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ളൊരു ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ, ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ, അതെല്ലാം കേട്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് രാത്രി നാം അവരോട് പറയേണ്ടത്, നാം അവരോട് ശക്തമായി അവരോട് ബാധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഞങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് അനുഭവിക്കുമ്പോൾ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഈ അവസ്ഥകളെ മാറ്റും. ഞങ്ങളുടെ നിന്ദകളെ കർത്താവ് മാറ്റും. ഞങ്ങളുടെ വേദനകളെ കർത്താവ് മാറ്റുമെന്ന് നാം ഉറച്ച് വിശ്വസിക്കുകയും അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമായി അവരോട് പറയുകയും ചെയ്യുമ്പോൾ, നിന്റെ ജീവിതത്തിലും ആ ശോചനീയമായിട്ടുള്ള അവസ്ഥകളെ മാറ്റുവാൻ, ആ കൽക്കൂമ്പരമായി കിടക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ, ആ തീ വെച്ച് ചുട്ടുകിടക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ളൊരു ദൈവത്തിന്റെ കൃപ നിന്നിൽ വ്യാപരിക്കും, നിന്റെ ഭവനത്തിൽ വ്യാപരിക്കും. അതുകൊണ്ട് കർത്താവ് നിന്റെ നിന്നയെ മാറ്റുവാനായിട്ട് പോകുന്നു.
നിന്നെ മറ്റുള്ളവർ കളിയാക്കുന്നത് മാറ്റുവാനായിട്ട് പോകുന്നു. നിന്നെ മറ്റുള്ളവർ പരിഹസിക്കുന്നത് മാറ്റുവാൻ കർത്താവിന് ഒരു ദിവസം മാത്രം മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അധൈര്യപ്പെട്ടു പോകല്ലേ. ഇന്ന് രാത്രി ഈ ശത്രുക്കളെ കണ്ട്, സൻബല്ലത്തിനെ കണ്ട്, തോബിയാവിനെ കണ്ട്, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ നിന്നോട് വാദിക്കുന്ന, നീ ഒരിക്കലും നന്മ കാണില്ല എന്ന് നിന്നെ കളിയാക്കുന്ന, നിന്നെ പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം, നിന്റെ വേലയെ തടയുന്നവരുണ്ടായിരിക്കാം, നിന്റെ വലിയ നിന്റെ ഉയർച്ചയിലേക്കുള്ള ആ ഒരു പാതയെ തടയുന്നവരുണ്ടായിരിക്കാം. സൻബല്ലത്തിനെ പോലെ, തോബിയാവിനെ പോലെ, ഗേശമിനെ പോലെ നിന്നെ തടയുവാൻ ശ്രമിക്കുന്ന, നിന്നെ പരിഹസിക്കുവാൻ ശ്രമിക്കുന്ന, നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നവരോട് ഇന്ന് രാത്രി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തേണ്ടത് ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു ദൈവമുള്ളത് കൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും പണിയും. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും പണിയും. തകർന്നു കിടക്കുന്ന, മറ്റുള്ളവർക്ക് പരിഹാസപാത്രമായിരിക്കുന്ന, ശോചനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രവൃത്തികളെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ തകർന്നു കിടക്കുന്ന കെട്ടുപാടുകളെ കരറ്റി കിടക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു അവകാശവും ഓഹരിയും ജ്ഞാപകവും ഇല്ലെന്ന് നാം ഉറച്ച് വിശ്വസിക്കുമ്പോൾ, നാം അതിങ്ങനെ വിശ്വാസത്തോടു കൂടി പ്രഖ്യാപിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ നെഹമ്യാവിനോട് കൂടിയിരുന്നത് പോലെ, സെരുബ്ബാബേലിനോട് കൂടിയിരുന്നത് പോലെ, എസ്രാ ശാസ്ത്രിയോടൊക്കെ കൂടിയിരുന്നത് പോലെ, അവരുടെ കൊണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ നീ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ തീരുമാനിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, കർത്താവ് എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് നീ ഹൃദയത്തിൽ തീരുമാനിക്കുമ്പോൾ, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കർത്താവ് ശക്തിയോടുകൂടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ഒന്ന് എഴുന്നേറ്റ് പണിതാൽ മാത്രം മതി. കർത്താവ് നിന്നോട് കൂടിയിരിക്കും, നിന്റെ അവസ്ഥകളെ പൂർണ്ണമായും മാറ്റും. അതിന് കർത്താവ് നമ്മെ സഹായിക്കും. അങ്ങനെ വിശ്വാസത്തോടുകൂടി നാം പ്രഖ്യാപിക്കേണ്ടത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. അതുകൊണ്ട് അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും.